ഇക്ക, നിങ്ങളിപ്പോ വന്നത് നന്നായി. ആ വിനയൻ എനിക്കൊരു പണി തുടങ്ങിയിരിക്കുക. രോഹിണിയെ അവളുടെ സ്ഥലത്ത് ആരോ പറഞ്ഞു വിട്ട് വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അവൾ അവന്റെ വീട്ടിലെത്താൻ പാടില്ല. അവനെ എങ്ങാനും അവള് കല്യാണം കഴിച്ച അതായിരിക്കും അലക്സിയുടെ ഏറ്റവും വലിയ തോൽവി. എങ്കിൽ നീ തോറ്റു കഴിഞ്ഞു. അവിടെ അമ്പലത്തിൽ വെച്ച് വിനയേന്ദ്രനും രോഹിണിയും തമ്മിലുള്ള വിവാഹം അല്പം മുമ്പ് നടന്നു. അതറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിസ്മയാണ് അവളെ കടത്തിക്കൊണ്ടുവന്നത്. കൂടെ ആ മെക്കാനിക് ചന്തു ഉണ്ടായിരുന്നു. ഭയങ്കര തോൽവിയായി പോയല്ലോ. അലക്സി, ഇനിയെങ്കിലും നീ അത് വിട്ടേക്ക്. ഇനി അവളുടെ പിന്നാലെ പോകണ്ട. ദേക്കാ, വെറുതെ അഴകുഴഞ്ചം വർത്തമാനം പറഞ്ഞോടല്ലോ എന്റെ വായിന്ന് കേൾക്കും കേട്ടോ. അവളാ രോഹിണി വിനയചന്ദ്രന്റെ കൂടെ ജീവിക്കില്ല എന്ന് ഈ അലക്സി തീരുമാനിച്ചതാ. അലക്സി തീരുമാനിക്കുന്നതേ അവളുടെ ജീവിതത്തിൽ നടക്കാവൂ. അതിന് വേണ്ട കരുക്കൾ ഞാൻ നേരത്തെ നീക്കിക്കഴിഞ്ഞു. അതിനിടയിൽ അവളെ കടത്തിക്കൊണ്ട് പോയാലും കഴുത്തിൽ താലി കെട്ടിയാലും അതിനപ്പുറം ഒന്നും നടക്കൂല, നടത്തില്ല ഈ അലക്സി. ഹൈക്കോടതി ലീഡിംഗ് അഡ്വക്കേറ്റ് പോത്തൻ സക്കറിയുടെ മകനാണ് ഈ അലക്സിയെങ്കിൽ വിനയന്റെയും രോഹിണിയുടെയും ദാമ്പത്യത്തിന് ഞാൻ ചെക്ക് പറഞ്ഞിരിക്കും. ഞാൻ പപ്പയൊന്ന് വിളിക്കട്ടെ. അത് വേണ്ട അലക്സി, ഇത് നീ പപ്പ ഇടപെടിക്കണ്ട. ഇടപെടിയിക്കും. ഇപ്പൊ വിനയന്റെ ജീവിതത്തിൽ നിയമപരമായി സർജിക്കൽ അറ്റാക്ക് നടത്താൻ പപ്പ വിചാരിച്ചാലേ നടക്കൂ. ഹലോ പപ്പ. ദാമേ, ദാ മോളെ, വലത് കാല് വെച്ച് കയറ്. അല്ല, വീണ എവിടെ പോയി? കണ്ടില്ലല്ലോ. അവൾ ആ ചന്തുനെ വിളിച്ചോണ്ട് ബെഡ്റൂമിലേക്ക് പോയിരിക്കുക. വധുവരന്മാർക്ക് മണിയറ ഒരുക്കാൻ. ചേട്ടാ, അതോടോ ചേട്ടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.